തെക്കൻ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ 200ഓളം പേരെ കൊന്ന് കുഴിച്ചിട്ടതായി വെളിപ്പെടുത്തിയ ഒരാൾ രംഗത്തെത്തിയിരുന്നു. ഒരു ശുചീകരണ തൊഴിലാളിയാണ് രംഗത്തെത്തിയത്. പേര് ചിന്നയ്യ. ഇപ്പോൾ ഈ ചിന്നയ്യ ബെൽത്തങ്ങാടി മജിസ്ട്രേറ്റിന് മുന്നിലെത്തി സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം മറ്റൊരു വലിയ വഴിത്തിരിവ് കൂടി ആ കേസിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ജൂലൈ മാസത്തിലാണ്, എനിക്ക് തോന്നുന്നു ഒരു 11-ാം തീയതിയാണ് ഈ ചിന്നയ്യ പരാതിയുമായിട്ട് രംഗത്ത് വരുന്നത്. ഈ ചിന്നയ്യയുടെ പരാതിയുടെ ചുവട് പിടിച്ച് നിരവധി യൂട്യൂബ് ചാനലുകൾ ധർമ്മസ്ഥലയിൽ കൊടും പാതകങ്ങൾ നടക്കുന്നു, അസംഖ്യം ഭക്തരെ കൊന്ന് അവിടെ കുഴിച്ചിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നു. കേരളത്തിൽ നിന്ന് ലോറി ഉടമ മനാഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു യൂട്യൂബ് വലിയ പ്രചാരവുമായിട്ട് ഈ വിഷയത്തിൽ രംഗത്തെത്തിയത് നമുക്കൊക്കെ അറിയുന്നതാണ്. ഇപ്പോൾ ആ മനാഫ് താൻ തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും തന്നെ വഴിതെറ്റിച്ചെന്നും വ്യാജ വിവരങ്ങളാണ് തനിക്ക് നൽകിയതെന്നും താൻ അത് വെച്ച് വാർത്ത ചെയ്യുകയായിരുന്നെന്നും ഒക്കെ പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ചിന്നയ്യ പരാതി കൊടുത്തപ്പം അതിനോടൊപ്പം ഒരു സ്ത്രീയുടേത് എന്ന് പറഞ്ഞൊരു തലയോട്ടി അവിടെ ഹാജരാക്കി. ഈ തലയോട്ടി ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചപ്പോൾ അത് സ്ത്രീയുടേതല്ല, പുരുഷൻ്റേതാണെന്ന് തെളിഞ്ഞു. മാത്രമല്ല, ഈ ചിന്നയ്യ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം വളരെ ആഴത്തിൽ കുഴിച്ചു നോക്കിയിട്ടും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. അതോടുകൂടി പോലീസ് ഈ വിഷയത്തിൽ തിരിഞ്ഞു. ചിന്നയ്യക്കെതിരെ കേസെടുക്കുന്ന അവസ്ഥയിലായി. ഈ ചിന്നയ്യയും കൂട്ടുകാരും ചേർന്ന് നടത്തിയ വ്യാജ പ്രചാരണങ്ങളുടെ മുനയൊടിക്കുന്നതാണ് ചിന്നയ്യയുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. അതും മജിസ്ട്രേറ്റിന്റെ മുന്നിൽ തന്നെ ചിന്നയ്യ പറയുകയാണ്, തനിക്ക് ഈ തലയൊട്ടി തന്നത് ആരാണ് എന്ന് ചിന്നയ്യ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതായത് 2012 അവിടെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സൗജന്യ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട്. ഈ സൗജന്യയുടെ മാതൃ സഹോദരൻ വിറ്റൽ ഗൗഡയാണ് തനിക്ക് ഈ തലയോട്ടി തന്നത്, ഇത് സ്ത്രീയുടേതാണ് എന്ന് പറഞ്ഞ് തലയോട്ടി തന്നത് എന്നാണ് ചിന്നയ്യയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. എന്തായാലും ചിന്നയ്യ ഇക്കാര്യം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പറഞ്ഞതോടുകൂടി കർണാടക പോലീസ് കൂടുതൽ ഉഷാറായി. ഇപ്പോൾ വിറ്റൽ ഗൗഡയെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. വിറ്റൽ ഗൗഡ പിടിയിലായെന്നും സൂചനയുണ്ട്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, നമ്മുടെ കേരളത്തിലെ ചാനലുകൾ, മലയാളം ചാനലുകൾ അടക്കം ഈ യൂട്യൂബർമാരെ വിശ്വസിച്ചുകൊണ്ട് ഇവരുടെ ഈ പറയുന്ന വെളിപ്പെടുത്തൽ, ചിന്നയ്യയുടെ വെളിപ്പെടുത്തലുകളെ അടിസ്ഥാനമാക്കി വലിയ കൊടുങ്കാറ്റാണ് അഴിച്ചുവിട്ടത്. കർണാടകയിൽ ഹിന്ദുത്വ ശക്തികൾ ആൾക്കാരെ കൊന്ന് കുഴിച്ചു മൂടുന്നു, പെൺകുട്ടികളെ നിർബാധം മാനഭംഗപ്പെടുത്തുന്നു, മാനഭംഗപ്പെടുത്തിയതിനു ശേഷം കൊല്ലുന്നു, കൊന്ന് ഒരു ശുചീകരണ തൊഴിലാളിയെ കൊണ്ടത് കുഴിച്ചിടിയിക്കുന്നു. ഇങ്ങനെയൊക്കെ നട്ടാൽ കുരുക്കാത്ത നിറം പിടിപ്പിച്ച നുണകളാണ് വാർത്തകളായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഒരു ചൊല്ലുണ്ടല്ലോ, സത്യം ചെരുപ്പിടും മുമ്പ് നുണ ലോകം ചുറ്റി വരും എന്ന്. അതുപോലെയാണ് ഈ ധർമ്മസ്ഥലയെ സംബന്ധിക്കുന്ന കാര്യങ്ങളും പ്രചരിച്ചു കൊണ്ടിരുന്നത്. ആരൊക്കെയോ ധർമ്മസ്ഥലയെ തകർക്കാനുള്ള ഗൂഢാലോചനയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നറിയാൻ വളരെ വൈകി. അത് ഈ ചിന്നയ്യയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഒന്നൊന്നായി രഹസ്യങ്ങളുടെ ചുരുൾ അഴിയുന്നത്. ഈ പറഞ്ഞതുപോലെ കൊടുത്ത തലയോട്ടി സ്ത്രീയുടേതല്ല, അത് പുരുഷൻ്റേതാണ്. ചിന്നയ്യ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കുഴിച്ചു നോക്കി, അവിടെ ഒന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നീട് ഈ മാസം 17-18 തീയതികളിലായിട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം ബംഗളഗുഡ്ഡെ എന്ന് പറയുന്ന വനത്തിൽ പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്ന് 7 തലയോട്ടികളും അസ്ഥിഭാഗങ്ങളും കണ്ടെത്തി. അതിനെ സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത് ചിന്നയ്യ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഈ പരിശോധന എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും അത് സംബന്ധിച്ച് സ്ഥിരീകരിക്കേണ്ടത് പോലീസാണ്.
കർണാടക പോലീസ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. കാരണം ഒരു ഔദ്യോഗിക ഏജൻസിയാണ്. അവർ വളരെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. തെളിവുകളോടൊപ്പം അവർ കൊടുത്ത റിപ്പോർട്ട് പരിശോധിച്ച് കോടതി ഇപ്പോൾ ചിന്നയ്യെ റിമാൻഡ് ചെയ്യുകയും പിന്നീട് കസ്റ്റഡിയിൽ വിടുകയും ഒക്കെ ചെയ്തു. എന്തായാലും കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ് അവിടെ പുരോഗമിക്കുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞതുപോലെ എന്തിനാണ് ഈ കേരളത്തിലെ ചില യൂട്യൂബർമാർക്കും ചില മലയാളം ചാനലുകൾക്കും ഈ വിഷയത്തിൽ, ധർമ്മസ്ഥല വിഷയത്തിൽ ഇത്ര താല്പര്യം എന്ന ചോദ്യമാണ് ഉയരുന്നത്. നോക്കൂ, പണ്ടൊക്കെ ഒരു വിവരം ഒരു ജേർണലിസ്റ്റിന് കിട്ടിയാൽ ആ ജേർണലിസ്റ്റ് അത് ക്രോസ് ചെക്ക് ചെയ്യും. അത് കൃത്യമായിട്ട് തനിക്ക് വിശ്വാസമുള്ള, താനുമായിട്ട് നല്ല അടുപ്പമുള്ള ചില അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യും. കിട്ടാവുന്ന അത്രയും വിവരങ്ങൾ ശേഖരിക്കും. ഇത് ആത്യന്തം A to Z പരിശോധിച്ച് ഇതിനകത്ത് എവിടെയെങ്കിലും യുക്തിരഹിതമായ കാര്യം വരുന്നുണ്ടെങ്കിൽ അവരത് തള്ളിക്കളയും. അല്ല, തൻ്റെ എല്ലാ യുക്തിക്കും ചേരുന്നതാണ് എങ്കിൽ അവരത് ന്യൂസാക്കി റിപ്പോർട്ട് ചെയ്യും. ഒരിക്കലും അത്തരത്തിൽ വന്ന റിപ്പോർട്ടുകളൊന്നും ഒരു ജേർണലിസ്റ്റിനെയോ അല്ലെങ്കിൽ ആ മാധ്യമ സ്ഥാപനത്തെയോ ദോഷപ്പെടുത്തുന്നതായിരുന്നില്ല. എത്രയോ കേസുകളിൽ അങ്ങനെ വെളിച്ചം വീണു, കുറ്റവാളികൾ പിടിയിലായിട്ടുണ്ട്. ഇവിടെ ചില യൂട്യൂബർമാർ തങ്ങളുടെ റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ പണം മോഹിച്ച് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമാണോ ധർമ്മസ്ഥലയുടെ കാര്യത്തിൽ നടന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ ലോറി ഉടമ മനാഫിന് എന്താണ് ഈ ധർമ്മസ്ഥലയിൽ ഇത്ര താല്പര്യം? ധർമ്മസ്ഥലയെ താറടിച്ചു കാണിക്കാനും തകർക്കാനും കഴിയുന്ന തരത്തിൽ ഈ വ്യാജ പ്രചാരണങ്ങളുടെ ചുവട് പിടിച്ച് എന്തിനാണ് മനാഫ് മുന്നോട്ട് പോയത്? ഈ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചേ മതിയാവുള്ളൂ. ഇപ്പോൾ ചിന്നയ്യ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വെറുമൊരു വിറ്റൽ ഗൗഡ മാത്രമല്ല ഈ സംഭവത്തിന് പുറകിലുള്ളത്. കൃത്യമായിട്ടും ഇത്തരത്തിൽ തലയോട്ടി കൊടുത്ത് ചിന്നയ്യയെ പോലീസിന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടണമെങ്കിൽ അതിന് കെൽപ്പുള്ള ആൾക്കാർ വേറെയും ഉണ്ടാകണം. വലിയൊരു ഗൂഢാലോചന, വലിയൊരു റാക്കറ്റ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അവർക്ക് രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹ്യമായും ഒക്കെ വലിയ പിടിപാടുണ്ട് എന്നതിന് തെളിവാണ് ഈ വാർത്ത ഇങ്ങ് കൊച്ചു കേരളത്തിൽ പോലും വലിയ രീതിയിൽ പ്രചരിച്ചത്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ഒക്കെ ഈ വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുകയും ധർമ്മസ്ഥലയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നവർ വലിയ അപകടത്തിൽ ചെന്ന് പെടും എന്ന പ്രതീതി ജനിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി ധർമ്മസ്ഥലയിലേക്കുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് നിലയ്ക്കും എന്നാണ് ചിലരൊക്കെ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. ധർമ്മസ്ഥലയിൽ കൃത്യമായിട്ട് മുമ്പ് എങ്ങനെയാണോ തീർത്ഥാടകർ വന്നുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും തീർത്ഥാടകർ വരും. അത് അണമുറിയാതെ മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ചിന്നയ്യയ്ക്കൊപ്പം മനാഫ് തീർച്ചയായിട്ടും കസ്റ്റഡിയിൽ പോലീസ് ചോദ്യം ചെയ്യേണ്ടതാണ്. മനാഫിന് പറയാൻ ഏറെയുണ്ട്. കാരണം മനാഫ് പറഞ്ഞത് 5 മാസമായി ഞാൻ ഇതിന്റെ പുറകെയാണ്, എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ലാതെ ഞാൻ വെറുതെ വീൺവാക്ക് പറയുകയല്ല, വിടുവായത്തരം പറയുകയല്ല എന്നൊക്കെയാണ് മനാഫ് അന്ന് വെച്ച് കാച്ചിയത്. എന്തായാലും മനാഫിനും പറയാൻ ഏറെ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കൂടുതൽ ഇതിനെ സംബന്ധിച്ച രഹസ്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഇപ്പോൾ എന്തായാലും ഒരു കാര്യം വ്യക്തമായി, തലയോട്ടി കൊടുത്തുവിട്ടത് ആരാണ് എന്ന് ചിന്നയ്യ തന്നെ ഒടുവിൽ തുറന്നു പറഞ്ഞിരിക്കുന്നു.